വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോ ഗൈസ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റാണ് ഗൈസ് ഇന്ന് കളിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് അറിയാമെങ്കിൽ ഗൈസ് ഞാനത് ഇത്രയും കളിച്ചിട്ടൊന്നുമില്ല ഗൈസ്. എനിക്ക് മൈൻക്രാഫ്റ്റ് അറിയാമെന്ന് വെച്ചാൽ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഗൈസ് മൈൻക്രാഫ്റ്റിൽ. അപ്പം അങ്ങനെയാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഞാൻ എപ്പോഴും കളിക്കത്തൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഞാൻ വീട്ടിലേക്ക് അതിന് വീഡിയോയിലേക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ കഴിയും. ഓക്കെ, ഫസ്റ്റ് തന്നെ ഫാൾ ഡാമേജ് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു വേൾഡിലാണ് ഗൈസ് സ്പോണായിരിക്കുന്നത്. വില്ലേജ് ഉള്ള അടുത്ത് തന്നെ സ്പോണായി ഗൈസ്. അല്ല ഗൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വീടങ്ങ് എടുക്കാം ഗൈസ്. വാടകയ്ക്ക് എടുക്കാം ഗൈസ്. വീട് വാടകയ്ക്ക് എന്നൊക്കെ പറയാം അങ്ങനെ ഗൈസ്. അയ്യോ ആ വീട് കൊള്ളാം ഗൈസ്. ആ വീടങ്ങ് തന്നെ എടുക്കാം ഗൈസ്. ബെഡൊക്കെ കാണും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഇത്രയും വില്ലേജസ് ഗൈസ്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ ഗൈസ് ഈ വീടിനൊരു പേരിടണം ഗൈസ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് ഈ വീടിന് ഇടാൻ പറ്റിയൊരു പേര്. അപ്പോൾ ഗൈസ് എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഗൈസ്. ആരുടെയാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ്, അപ്പം ആ കമൻറ്റിനായിരിക്കും ഗൈസ് ഞാൻ ആ പേരായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യണേ ഗൈസ് എല്ലാവരും. ഗൈസ് ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് മാറ്റാം. എന്തായാലും ഇതൊക്കെ എന്തിനാണ് അല്ലെങ്കിൽ കടക്കത്തില്ലേ, ബുക്കൊക്കെ കടക്കത്തില്ല. ഈ സാധനം അത് വില്ലേജർ കൊല്ലാൻ കഴിച്ചു ഈ വീട്ടിൽ ഉടമസ്ഥ കൊല്ലാണെങ്കിൽ ഇന്ന് കൊന്നിട്ടുള്ളൂ കാര്യം ഗൈസ്. ഈ വീട്ടിലെ വില്ലേജറാണെന്ന് തോന്നുന്നു ഗൈസ്. എവിടെയും കൊല്ലാം ഗൈസ്. ഒരുപാട് കാര്യം എവിടെ പോയി മച്ചാനെ കൊല്ല മച്ചാനെ ചെറുതായിട്ടൊന്ന് കൊല്ലത്തേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ചാവുന്നില്ലല്ലോ കൊണ്ടാരം. ലാഗടിക്കുന്ന ഗൈസ് ഭയങ്കര. ചാവില്ല ഇതെന്തിനാ ഇതൊക്കെ അങ്ങ് പോയിച്ചോളാം. ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ ബെഡ് നമുക്ക് മണ്ടാക്കാം. ഈ ഗൈസ് നമുക്ക് ട്രീ പോയി മൈൻഡ് ചെയ്യാം ഗൈസ്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഈ വില്ലേജ് ബെഡ് കിട്ടിയിട്ടുണ്ട്. ഈ ബെഡ് അങ്ങനെ ചെയ്യാം ഗൈസ്. മഞ്ഞ ബെഡ് ഗൈസ്. മഞ്ഞ ബെഡ് കിട്ടിയ നമുക്ക് അങ്ങനെ. ഓക്കെ അടുത്ത ബെഡ് നമുക്കത് വേണ്ട ഗൈസ്. തുറക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഇവിടെ ഒന്നും ഇല്ല. ചെസ്റ്റ് കടയായെങ്കിലും ചെസ്റ്റൊന്നും ഇല്ല. അയ്യോ മണ്ടക്കോട്ട് പോയി നോക്കാം. ഓക്കെ ഇവിടെ കയറി നോക്കാം. ഇവിടെ എനിക്ക് കണ്ടിട്ട് ഗൈസിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഹിന്ദിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാന്ന് നോക്കിയേ, ഒന്നുമില്ല. ഇവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല ഗൈസ്. സാധാരണ ഇവിടെ മൊത്തം ഈ വീട്ടിൽ നോക്കാം. ഇവിടെ ഫർണസൊക്കെ ഉണ്ട്. അതൊന്ന് കൂട്ടിച്ചെടുക്കാം ഗൈസ്. ഇതൊന്നും ഇല്ല ഇപ്പോൾ ഇടാനായിട്ട്. സ്പിയർ ഗൈസ്. ഇല്ല കോപ്പർ സ്പിയർ ഇതൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ എടുത്തു വെച്ചേക്കണ്ടേ ആവശ്യമില്ല. അയൺ പിക്കാക്സും കിട്ടിയ മോനെ ഫസ്റ്റ് എനിക്ക് കയറിയപ്പോൾ ഇത്ര ലൂട്ട് കിട്ടിയ ഗൈസ്. ഒബ്സിഡിയനൊക്കെ ഉണ്ട് ഗൈസ്. നെതറിൽ പോകാൻ ആവശ്യം വരും ഗൈസ്. നമുക്ക് എടുത്തു വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മെയിൻ താഴെ പറ്റുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ്. അറിയാമായിരിക്കില്ലേ? പോയി എൻഡർ ഡ്രാഗനെ കൊല്ലും, അത്രേ ഉള്ളൂ. അപ്പോൾ ലെഗിൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അയൺ ലെഗിൻസ്. സ്പിയറൊക്കെ കിട്ടിയ ഗൈസ്. പോളി എന്തായാലും ജസ്റ്റ് മാറ്റി പോയി ഗൈസ്. ഇതിങ്ങനെ യൂസ് പറ്റില്ല. നമുക്ക് ഒരു വില്ലേജറിൻ്റെ ഇതൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്തുവാ വേറെ പ്രാവശ്യം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇത് ലോഡായി കഴിഞ്ഞിട്ട് അടിക്കാൻ പറ്റുമല്ലോ.
നമ്മുടെ വീട് ഇവിടെ ഹൈ അയൻകുളമൊക്കെ ഉണ്ടല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം. പക്ഷേ നമ്മുടെ വീട് എത്താൻ തോന്നും നമ്മുടെ വീട്. ഓക്കെ മുമ്പ് ഞാൻ വുഡ് മൈൻഡ് ചെയ്യട്ടെ. വുഡ് ഓ ഈ വുഡ് നമുക്കങ്ങ് മൈൻഡ് ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ ഇത്ര നേരം എടുത്തിട്ട് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ല. എന്നാലും ഗെയിമിൽ വന്നിട്ട് ഇപ്പം തന്നെ ഇത്രയും കിട്ടും. അതായത് ഇതിനകത്ത് കോപ്പർ വെച്ച് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. എന്തായാലും അതൊക്കെ ഉണ്ടാക്കി ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇങ്ങനെ 2 ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഗൈസ് എൻ്റെ ലുക്ക് കാണണോ ഗൈസ്? ഇതാണ് ഗൈസ് നമ്മൾ ഇത് വെറൈറ്റി അല്ലേ? അതെ ഗൈസ് എന്തായാലും ഇഡൻറ്റിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഇത് നമ്മുടെ വീട് ആണോ? ആ ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരിക്കട്ടെ. ചെസ്റ്റ് ഉണ്ടായിരുന്നു. ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റിങ് വാ. ചെസ്റ്റ് നമുക്ക് എവിടെ ആകും ഗൈസ്? ഗൈസ് അതിനുണ്ട് ഗൈസ്. നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് കുളിച്ചാളയാം ഗൈസ്. നമുക്ക് ഒരെണ്ണം മതി ഗൈസ്, ഇത്രയും വേണ്ട. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഏരിയ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും. ഇത് കുറേ ഏരിയ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം ഇങ്ങോട്ട്. ഓക്കെ അയ്യോ എന്നെക്കോട്ട് കയറ്. ഓക്കെ അല്ലേ സെറ്റായില്ലേ? ഓക്കെ നമുക്ക് ക്രാഫ്റ്റിംഗ് കാണാണ്ടിരിക്കട്ടെ. ഓക്കെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് എടുത്ത് ഇങ്ങോട്ട് നോക്കാം. ഓക്കെ ഇനി അവിടെ പോയി ബെഡിങ് പോവാ. ബെഡ് കഴിയുക. ഒരു സ്പിയർ കയ്യിരിക്കട്ടെ. 2 സ്പിയർ അവിടെ പോട്ടെ. ഇത് കൈകൊണ്ടിരിക്കട്ടെ. ഒബ്സിഡിയനൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കേസ് നമുക്കൊരു അയൺ സോഡ് ഉണ്ടാക്കാം. സോഡ് ഉണ്ടാക്കി സ്പിയർ വേണം. ബാൽക്കണിയൊക്കെ ഉണ്ട്. വെറൈറ്റി ആയി. ഓക്കെ ഇപ്പം എന്തായാലും കേസ് നമുക്ക് താഴെ പോയിട്ട് താഴെ പോകുന്നത് ഇവിടെ നിന്ന് എടുത്താൽ പോയി ഈ വുഡിൽ നിന്ന് എടുക്കാൻ വരും. അയ്യോ വേണ്ടായിരുന്നു. അവിടെ തന്നെ ഇരിക്കട്ടെ. അതെടുത്ത് കൊള്ളാവുന്നത് വുഡുണ്ട്. ഈ വുഡ് എടുക്കാം ഗൈസ്. എടുത്തിട്ട് ഗൈസ് നമുക്ക് ഒരു സോഡങ്ങ് ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. സ്റ്റിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത് സ്റ്റിക്ക് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഗൈസ് ഒരു സോഡും ഒരു ആക്സും ഉണ്ടാക്കാം. സോഡും ഒരു ആക്സും ഉണ്ടാക്കാം. ആദ്യം തന്നെ ക്യാപ്സ് നമ്മൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് പോലെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉള്ളത് അങ്ങോട്ട് വെച്ചേക്കാം. ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ടാക്സ് ഒരു ഷവലും കൂടെ ഉണ്ടാക്കി. എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ? ഓക്കെ ഇത്ര മതി ഗൈസ്. ബാക്കി നമുക്ക് ഇതിലേക്ക് എടുക്കാം. ബെഡ് ഔട്ട് സ്പിയർ നമുക്ക് തൽക്കാലം എടുത്ത് വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ആക്സൊക്കെ ഇപ്പോൾ വേണം. ഈ ഞാൻ അടുത്ത് കളഞ്ഞു ഗൈസ്. ഓക്കെ നമ്മുടെ ആക്സ് എന്തായാലും കയ്യിൽ വെച്ചിട്ട് ഇതാണ് ഗൈസ് നമ്മുടെ ബെഡ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഓക്കെ രാത്രി ആവാറായി ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം ഗൈസ്. ഷീൽഡ് ഉണ്ടാക്കാം. ഇത് ഓട്ടിലോ ഉണ്ടോ നോക്കട്ടെ. ഷീൽഡ് ഉണ്ടാക്കാൻ എത്ര ആയാലും ഗൈസ് വേണ്ടത് നോക്കട്ടെ. ഷീൽഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു അയണും 6 എണ്ണമാണ്. കേസിന് മൊത്തം സ്റ്റിക്കുണ്ട് വെച്ചിട്ട് ഗൈസ്. എന്തായാലും രാത്രി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇപ്പോൾ ഇതിൽ പൊട്ടിത്തിറക്കുന്ന സാധനം ഇതിൻ്റെ പേര് പൊട്ടിത്തിറക്കുന്ന സാധനം സോംബി വരും. ഇല്ല അന്തുമ്പിലും പെടുന്ന സാധനം ഉണ്ടല്ലോ ഗൈസ്. അതൊക്കെ വരും ഗൈസ്. ആ ക്രീപ്പർ പൊട്ടിത്തിറക്കുന്ന സാധനം വരും. പിന്നെ സ്കേറ്റർ പിന്നെ അതൊക്കെ വരും ഗൈസ്. പിന്നെ ഒരു സാധനം വരും ബ്ലാക്ക് കളറിലാണ്. ഇല്ല കണ്ണ് നോക്കി അതിൻ്റെ കണ്ണ് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും ഗൈസ്. അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി ഗൈസ്. എന്തായിരുന്നു പേര്?
എന്തുവാ സ്ലെൻഡർമാൻ അങ്ങനെ എൻഡർമാൻ അങ്ങനെ കണ്ടാണ് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു ഇതിലെ ക്രീപ്പർ. നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങാൻ കഴിയും. അങ്ങോട്ട് നമുക്ക് രാവിലെ പോയി മൈൻ ചെയ്യാം. ഇവിടെ ഇവിടെ ഒരു കേവ് കണ്ടുപിടിക്കണം സായന്ത്രം, എന്നാലേ നമുക്ക് ഡയമണ്ടൊക്കെ മൈൻ ചെയ്യാൻ പറ്റും. അതെ ക്രീപ്പറൊക്കെ ഇവിടെ കാണും. ക്രീപ്പറൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ നമുക്ക് വുഡും കാണിക്കണമെങ്കിൽ മൈൻ ചെയ്യാം. സോംബി അയ്യാ ഓടിക്കോ. രാവിലെ പേടിച്ചോടല്ലേ പേടിച്ചോടല്ലേ നമ്മൾ ഞാൻ തന്നെ പേടിച്ചോടിയത്. പിന്നെ ഇതായിട്ടുണ്ട് എന്നെ കണ്ട് പേടിച്ചോടും ചെയ്ത് പേടിത്തോണ്ട് അത്ര ഇഷ്ടങ്ങളൊക്കെ എനിക്കെന്തിനാണ് ഹങ്കർ ലെവൽ വിശക്കുന്നു. ഇവിടെ ഫാമൊന്നും ഇല്ലടി. ഫാം ഇവിടെ കൃഷിയൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു ഫർണസ് അങ്ങ് ഉണ്ടാക്കണം ഗൈസ്. പിക്കാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വിശക്കുന്ന ഗൈസ് എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റുമോ? അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ഹങ്കർ ലെവൽ നോക്ക് വിശക്കുന്ന ഗൈസ്. വൈറ്റ് കൊക്കോപ്പൂരി ഉണ്ട്. കൊക്കോപ്പൂരി കിടന്ന് നുളഞ്ഞ് യാ തക്കായി ഗൈസ്. ഓക്കെ പിക്കാക്സ് കയ്യിൽ. ഓക്കെ ഗൈസ് അപ്പം നമുക്ക് എന്തായാലും ഗൈസ് ഈ ഫർണസ് അങ്ങെടുത്ത് മൈൻഡ് ചെയ്തിട്ട് ഗൈസ് ഫർണസല്ലേ എന്ത് ഗൈസ് ഈ സ്റ്റോണങ്ങ് എടുത്താൽ പോയി ഗൈസ്. ഒന്ന് പാവം വില്ലേജസിൻ്റെ വീടാണ് ഗൈസ് നശിപ്പിക്കുന്നത്. കുഴപ്പമില്ല ഗൈസ് നശിപ്പിക്കില്ല. ഡേബിൾ 1 2 3 ഗൈസ് 6 എണ്ണമായി. 8 9. ഓക്കെ ഇനി നമുക്ക് ഫർണസ് ഉണ്ടാക്കാം ഗൈസ്. ഫർണസ് ഈ ക്ലാസ്സിന് നമ്മുടെ കയ്യിൽ വെക്കാം ഗൈസ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആവശ്യമില്ല. അയ്യോ ഐസ് ഇവിടെ നമുക്ക് റെഡ് മാറ്റാം ഗൈസ്. ഇവിടെ സ്റ്റക്കാവുന്നു. ഇവിടെ മാറ്റി എവിടെ വെക്കുന്നു? നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. ഇവിടെ ആയിട്ട് വെക്കാം. ഓക്കെ സെറ്റപ്പ്. ഓക്കെ നമുക്ക് നേരെ ഫർണസ് ഉണ്ടാക്കാം ഗൈസ്. ഗൈസ് നമുക്ക് ഒരു ഫർണസ് വന്ന് ഓക്കെ ഒരു ഫർണസ് ഉണ്ടാക്കി അത്ര ആക്കി ഇരിക്കട്ടെ. ഫർണസ് നമുക്ക് നമുക്കൊരു പശുവിനെ പിടിക്കാൻ ഗൈസ്. പശുവിൻ്റെ മീറ്റ് വയ്ക്കാം. പശുമ്പാ റെഡി ആണോ? ഓക്കെ അപ്പം നമുക്ക് 2 എണ്ണം കിട്ടിയ നമുക്കിനി ഈ പശുമ്പ ഈ കുഞ്ഞു പശുവിനൊരു ടേസ്റ്റാണ്. കുഞ്ഞു പശു പോയി ഗൈസ്. ആട് കുഞ്ഞാട് എനിക്ക് ആടിനെ വേണം. എൻ്റെ ആട് പോയി ഗൈസ്. അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി വലിയ ആടിനെടുക്കാം. ഓക്കെ ഗൈസ് നമുക്ക് പോയി ഓക്കെ തൽക്കാലം നമുക്ക് ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ കുക്കാവും. അയ്യോ സോറി ഗൈസ്, ഞാൻ രണ്ടും തലതിരിഞ്ഞ് പോയി ഗൈസ്. ഫ്യൂവലിൻ്റെ അടുത്ത് ഞാൻ മറ്റേ ഇതെടുത്ത് വെച്ചു. ഓക്കെ അവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അയ്യോ എൻ്റെ ബ്ലോക്ക് മൊത്തം പോയി ഗൈസ്. ഞാനാണെങ്കിൽ ഫ്യൂവൽ ഉണ്ടാക്കാൻ എടുത്ത് മറന്നുപോയി. ഞാൻ എൻ്റെ ആക്സും അവിടെ വെച്ച്
നമുക്ക് എന്തായാലും ഇച്ചിരി ഫുഡായിട്ട് നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. എന്തായാലും അടിയിലോട്ട് പോകാം, ഷീൽഡും കൂടെ ഉണ്ടാക്കിയിട്ട്. ഓക്കെ ജസ്റ്റ് ആക്സ് പോവാം. ക്രാഫ്റ്റിൻ്റെ കൂടെ അവിടെ ആയിരിക്കട്ടെ. അതെ, ഇതും കൂടെ നമുക്ക് കുക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും പോവാം ഗൈസ്. അടുത്ത് മരവും ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും കുറച്ച് മരം മുറിക്കാം ഗൈസ്. വില്ലേജേഴ്സിൻ്റെ വീട് നശിപ്പിക്കണ്ട ഗൈസ്. അവരും കിടന്ന് ഉറങ്ങാനുള്ളതല്ലേ ഗൈസ്, നമുക്ക് മാത്രം ഉറങ്ങിയാൽ പോയല്ലോ ഗൈസ്. എന്തായാലും ഇച്ചിരി മരം വെട്ടാം ഗൈസ്. നമുക്ക് ഇപ്പോൾ പൂവൊക്കെ പൂത്ത് വെക്കുന്നു ഗൈസ്. അയ്യോ ഞാൻ കുടുങ്ങി ഇവിടെ. എൻ്റെ വില്ലേജ് മിസ്സാവല്ലേ. കുറച്ച് വുഡ് നമുക്ക് മൈൻഡ് ചെയ്യാം ഗൈസ്. കോള് വേണം ഗൈസ്, അതാണ് ഇമ്പോർട്ടൻ്റ്. ടോർച്ച് ഉണ്ടാക്കണ്ടേ? അതെ, ടോർച്ച് എനിക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് കുറച്ച് ഇരിപ്പുണ്ട്. 14 വുഡായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മൊത്തം ഒന്ന് ഓക്കിലോ ഉണ്ടാക്കി. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിന്ന് ഷീൽഡ് ഉണ്ടാക്കാൻ പോയി. നേരെ എനിക്ക് വിശക്കുന്നു ഗൈസ്. എൻ്റെ ഹങ്കർ ലെവലൊക്കെ കൂടി വരുന്നു ഗൈസ്. പെട്ടെന്ന് സ്പീഡ് മുട്ടിട്ട് ഓടുന്നത് ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഗൈസ് മൈനിങ് കൂടി ചെയ്തിട്ട് ഗൈസ് ഉണ്ട്. വേറെ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു ഗൈസ്. പിന്നെ എത്ര നേരം എടുക്കുന്നു എനിക്ക്. അതെ, ഈ ആയം എടുക്കട്ടെ. ബാക്കി വുഡ് ഓക്കെ മതി. അയ്യോ അവിടെ അല്ല, ഇവിടെ ഇതും കൂടെ ആയിട്ട് ഗൈസ് നമുക്ക് എന്തായാലും അതിൻ്റെ ഹങ്കറിലത് കൂട്ടിട്ട് സ്റ്റിക്ക് വയ്ക്കാം. ഹങ്കർ ലെവൽ ഫുള്ളായിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ആയിട്ട് നമുക്ക് നേരെ എന്തായാലും ആയി ഗൈസ്. ഇത്രേ ഉള്ളൂ, 2 എണ്ണം ഞാൻ ചെയ്തോളൂ. അയ്യോ അതെ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നേരെ മൈനിങ്ങിലോട്ട് പോവാം. ലെഗിൻസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ ലെഗിൻസ് എടുത്തിട്ട് പോവാം. ഫുൾ ആർമർ നമുക്ക് ആക്കണം. ലെഗിൻസ് എടുത്തിട്ടാ. ഓക്കെ ഗൈസ്, സ്പിയർ വേണോ? എടുത്ത് വെച്ചേക്കല്ലേ, സ്പിയറും കൂടെ എടുത്ത് വെച്ചേക്കല്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി നേരെ മൈനിങ്ങിലോട്ട് പോകാം. അവിടെ ഞാൻ ഒരു കേവ് കണ്ടുപിടിക്കണം ഗൈസ്. ഓക്കെ, ഇത് കേവാണോ? ഇത് കേവല്ല. അയ്യോ, ആ വെള്ളത്തിൽ വീണ് പോയി. ഓക്കെ ഓക്കെ, എന്തായാലും ഒരു കേവ്. അയ്യോ, വെള്ളത്തിൽ വീണായിട്ട് വെള്ളം. കേവൊന്നും ഇല്ലേ ഇവിടെ? ഇതെന്തുവാ? കേവൊന്നും ഇല്ല ഇവിടെ. ഞാൻ കറങ്ങി ഇവിടം വരെ വീണ്ടും വന്നു ഗൈസിലേക്ക്. ഇവിടെ കേവൊന്നും ഇല്ല ഗൈസ്. ഇപ്പോൾ തന്നെ നമ്മൾ കുഴിച്ചെടുക്കണം തോന്നുന്നു ഗൈസ് കേവ്. ഗൈസ് ഞാൻ ഷവൽ എടുത്തില്ല ഗൈസ്. നമുക്ക് ഷവൽ എടുക്കണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഷവലും കൂടെ ഇട്ടിട്ട്
ഞാൻ പിന്നെ വന്നപ്പോൾ രാത്രിയായി രാത്രിയായി ഞാൻ ഇവിടെ കിടന്നുറങ്ങി. എന്നിട്ട് കണ്ടു നമ്മുടെ ഷവലുണ്ട്. ഷവലും കൂടി ഓക്കെ സെറ്റ്. നമുക്ക് ടോർച്ചും കൂടെ എടുത്തോണ്ട് പോകും. ടോർച്ചെടുക്കാൻ മറന്നു. ടോർച്ച് നമുക്ക് വേണം, അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വഴി തെറ്റും, പറയാൻ പറ്റില്ല. വീട് ഇട്ടായി കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ കുഴിച്ച് പോകാൻ എല്ലാം കിട്ടിയാൽ ഓക്കെ. നമുക്കിങ്ങനെ സ്റ്റെപ്പ് വേണമെങ്കിൽ കുഴിച്ചും പോകാൻ പറ്റും. കോബിൾ സ്റ്റോൺ വരെ അവസാനം. ഓക്കെ ടോർച്ചൊക്കെ നേരെ താഴോട്ടാണ് കുഴിച്ചുകൊണ്ട് ഇരുട്ടായി. ഇങ്ങനെ കേവൊന്നും കിട്ടാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ കേവ് കാണാൻ സാധ്യത ഇല്ല. നോക്കട്ടെ, ഇവിടെ എവിടെയും ഇല്ല കേവ്. അങ്ങനെ ഞാൻ കുറേ കുഴിച്ചു പോയി. രക്ഷയില്ല. ഇവിടെ എവിടെയും കേവില്ല. ഞാൻ കുറേ നോക്കി. അപ്പോൾ എന്തായാലും അങ്ങോട്ടും കൂടി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഗൈസ്. എന്നിട്ട് വീഡിയോ കേവ് കാണുവാണെങ്കിൽ നമുക്ക് തൽക്കാലം ഇരുന്നിട്ട് മൈൻഡ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാൻ പോകാം ഗൈസ്. അപ്പം ഇവിടെ എവിടെയും കേവ് കാണുമെന്നാണ് തോന്നുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഗൈസ്. ഞാൻ മൈൻഡ് ചെയ്ത് കുറേ നേരം കുറേ നേരം പൗസ് ചെയ്തിട്ട് ഞാൻ കുറേ നേരം മൈൻഡ് ചെയ്തിട്ട് എഴുതണം പോലും കിട്ടിയില്ല ഗൈസ്. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പം ഗൈസ് നമ്മുടെ വീഡിയോൻ്റെ പേരിടണം, നിങ്ങളത് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം എന്തായാലും എല്ലാവർക്കും ബൈ.